അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് ഈ കഥയുടെ എപ്പിസോഡ് ഇടുന്നത് നമ്മുടെ ആദ്യത്തെ ചാനലിലല്ല, വേറൊരു ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ, വിജയിപ്പിച്ച പോലെ എല്ലാവരും എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള ബാക്കിയുള്ള എപ്പിസോഡെല്ലാം ഈ ചാനലിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആ ചാനലിന് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിൽ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. മോളെ അബി, ഞാനിതെന്താണ് കാണുന്നത്? എൻ്റെ പഠിച്ചോനെ, എൻ്റെ മോളല്ലേ ഇത്? ഉപ്പാൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? എൻ്റെ കുട്ടിയെ ഇനി കാണാൻ കഴിയുമെന്ന് ഈ ഉപ്പ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൽ നിന്നും ഒരു സങ്കടം ഉയർന്നു. മോളെ സുഹറ, ഓടി വായോ, നമ്മുടെ അബി, നീ ഇത് കണ്ടോ? ഉപ്പയെയും സുഹറയെയും കാണാൻ വൈദ്യമഠത്തിൽ നൂറുവിനെയും ആ കുടുംബത്തെയും കൂട്ടി വൈകുന്നേരം അബി അവിടേക്ക് ചെന്നതാണ്. അബിയെ കണ്ട ആഹ്ലാദത്തിൽ ഒരു സ്റ്റിക്കും പിടിച്ച് ഉപ്പ തനിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. മോളെ അബി, നീ ഇത് കണ്ടോ? ഉപ്പാക്ക് ഇപ്പോൾ നടക്കാൻ കഴിയും. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പടച്ചവൻ അത് സാധിച്ചു തന്നല്ലോ. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അയാൾ അവളെ അവരുടെ അടുത്തേക്കൊന്ന് ചേർത്ത് നിർത്തി. ഡാ സുലൈമാനെ, ഞാനാണ് ബീര, എന്നെ മനസ്സിലായോ? ബീരാനിക്ക വേഗം ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ചു. പിന്നെ അന്നെ മനസ്സിലാവാതെ? ഇജ്ജ് ഏത് ഇരുട്ടിലാണെങ്കിലും അന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇവളെ അങ്ങോട്ട് അയച്ചത്. എൻ്റെ മോളെ നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും അവളെ സ്നേഹിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് നന്ദി അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ബീരാനെ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കുട്ടിയെ എങ്ങോട്ട് വിടുമായിരുന്നു? എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല ബീരാനെ. ഒരു പാപിയായിരുന്നു ഞാൻ. ഒന്നിനും കൊള്ളാത്ത ഒരു ശവത്തിനെ പോലെ ആ റൂമിൽ ഞാൻ കിടക്കുകയായിരുന്നു. ഈ മോള് എൻ്റെ വീട്ടിൽ കിടന്ന് നിരക്കുന്നത് കണ്ടിട്ട് എവിടേക്ക് ഞാൻ അവളെ പറഞ്ഞേക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. നീ ഒരിക്കലും ഇവളെ സ്വീകരിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. നിന്നോട് നന്ദി പറഞ്ഞാൽ അതിൻ്റെ വില കളയുന്നില്ല ബീരാനെ. നീ ചെയ്തത് എനിക്ക് മറക്കാൻ കഴിയാത്തൊരു സഹായമാണ്, സുഹൃത്തമാണ്. അയാൾ ഒരു ആനന്ദ കണ്ണീരോടെ ബീരാനെ അടക്കി കെട്ടിപ്പിടിച്ചു. അബിയെ കണ്ട് അമ്പരിന്ന് നിന്നിരുന്ന സുഹറ സന്തോഷത്തോടെ ഓടിച്ചെന്ന് അബിയെ കെട്ടിപ്പിടിച്ചു. മോളെ, ഇത്താത്ത കാത്തിരിക്കുകയായിരുന്നു നിൻ്റെ ഈ വരവിനായി. അവൾ സന്തോഷം കൊണ്ട് അബിയുടെ കൈയും തലയും എല്ലാം തഴുകിക്കൊണ്ട് നെറ്റിയിലൊരു ഉമ്മ വെച്ചു. നിങ്ങളോടെല്ലാം എങ്ങനെയെല്ലാം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അബിയെ ഇങ്ങനെ നോക്കിയതിന്, അവളെ ഉയരത്തിൽ എത്തിച്ചതിന്. സുഹറ അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. ഉപ്പ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഉപ്പാൻ്റെ ഭേദമായാൽ ഞാനൊരു സന്തോഷ വാർത്ത കാണിച്ചു തരാമെന്ന്. നമ്മുടെ അബിയാണ് ഉപ്പാനെ ഇങ്ങോട്ട് ചികിത്സക്കായി കൊടുന്നത്. നമ്മുടെ വീട്ടിൽ കരിവിടേണ്ട അവസ്ഥയിൽ ജീവിച്ചിരുന്ന അബിയല്ല ഇപ്പോൾ. അവൾ വലിയ വലിയ ഹോട്ടലിൻ്റെ മാനേജറാണ്. അഭിമാനത്തോടു കൂടി അബിയെപ്പറ്റി സുഹറ അവളുടെ ഉപ്പാക്ക് പറഞ്ഞു കൊടുത്തു. സുലൈമാൻ ഒരു അത്ഭുതത്തോടെ അബിയെ നോക്കി, അതിലേറെ അഭിമാനത്തോടെയും സന്തോഷത്തോടും. മോളെ, ഉപ്പാക്ക് സന്തോഷമായി. എനിക്കെന്താണ് എൻ്റെ കുട്ടിയോട് പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടി നന്നായി വരുമെന്ന്. അയാൾ സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണീരെല്ലാം തുടച്ചു. പിന്നീട് ബീരാനിക്ക അബി അവരുടെ അടുത്തെത്തിയതിനു ശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. സുഹറയും ഉപ്പയും അതൊരു കഥയുടെ ലാഘവത്തോടെ ഇരുന്ന് കേട്ടു. അവരുടെ മുഖത്ത് സന്തോഷം തിങ്ങി നിറഞ്ഞിരുന്നു. അഭിമാനം കൊണ്ട് പുളകിതരായി അവർ രണ്ടുപേരും. ഖൈസ് അവളെ ഇണയായി തിരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പോൾ സുലൈമാനിക്ക ഒരു നിമിഷം അവൻ്റെ അടുത്തേക്ക് നടന്നു. മോനെ, നീ ഭാഗ്യവാനാണ്. എൻ്റെ മോനത് അനുഭവിക്കാനുള്ള യോഗ്യതയില്ല. നിനക്കാണ് പഠിച്ചവൻ അതിനുള്ള അർഹത തന്നിരിക്കുന്നത്. നിങ്ങൾ നന്നായി വരും. ഉപ്പാൻ്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. അവർ അതിലൂടെ നടന്നു പോകുന്ന എല്ലാവർക്കും അബിയെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ ആ വരവ് അദ്ദേഹത്തിന് അത്രമാത്രം സന്തോഷമാക്കിയിരുന്നു. ഇതിനിടയിൽ നൂറയുടെ വിവാഹം, അതിനെപ്പറ്റിയെല്ലാം ബീരാനിക്ക പറഞ്ഞു. അപ്പോഴാണ് അബി പറയുന്നത്, ഇന്ന് വീട്ടിലേക്ക് ഷാഹിനയും ഫൈസിയും വന്നിരുന്നു നൂറയെ പെണ്ണു കാണാനായിന്ന്. അത് കേട്ടതോടെ കൈസും അവിടെ കൂടിയുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു. എന്നിട്ട് മോളെ, നീ ഒരു സൂചന പോലും തന്നില്ലല്ലോ. എനിക്ക് അവനെ ഒന്ന് നേരെ കാണണമായിരുന്നു. ഇന്ന് നൂറയുടെ ചെക്കനെ നോക്കിയപ്പോൾ ആ കുട്ടിയെ വല്ലാതെ ശ്രദ്ധിച്ചില്ല. നാരായണേട്ടൻ ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിനെ, നിങ്ങൾക്ക് അവനെ അടിക്കാനാണോ? സരോയമ്മ ഭർത്താവിനെ നോക്കി. അല്ല, അവനൊരു ഷെയ്ക്കാന് കൊടുക്കാനാ. ഇത്രയും ഒരു തങ്കപ്പെട്ട കുഞ്ഞിനെ നമുക്ക് തന്നില്ലേ? അവൻ അവളെ ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ നമുക്ക് അബിയെ കിട്ടിയതും. അപ്പോൾ അവൻക്കൊരു ഷെയ്ക്കാന് നിർബന്ധമാണ്.
നാരായണേട്ടൻ്റെ സംസാരം കേട്ട് സുലൈമാനിക്കയുടെയും സുഹറയുടെയും ഉള്ളിൽ നോവുണർത്തിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അയാൾ അവരുടെ കൂടെ ചിരിച്ചു. ഇനി ഞങ്ങൾക്ക് അബിയിലൊരു അവകാശവുമില്ല. അവൾ വേറൊരാളുടെ പാതിയായിരിക്കുന്നു. അവരുടെ പേരുടെ മനസ്സിലും അതുതന്നെയായിരുന്നു. ഇനി നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്ത കൂടിയുണ്ട്. സുഹറയോടും ഉപ്പയോടും കൂടി മൈമൂനമ്മ പറഞ്ഞു. ആമിനമ്മ ഇവിടെ കിടക്കുന്നുണ്ട്. ആരോഗ്യമില്ലാതെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു അനാഥയെപ്പോലെ ആൾക്കാർ കൊടുന്നിട്ടതാണ് അവിടെ. അബി അവിടേക്ക് ചെന്നിട്ടാണ് അവരെ ഒന്ന് ശുശ്രൂഷിച്ച് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുന്നത്. ആമിനമ്മ ഇവിടെ നിന്നുണ്ട് കേട്ടപ്പോൾ ഉപ്പയ്ക്കും സുഹറയ്ക്കും വലിയ ഷോക്കായിരുന്നു. സുഹൃത്താക്ക് സങ്കടമായോ? ഞാൻ ആദ്യം പറയാഞ്ഞിട്ട്. ഉപ്പാക്കൊന്ന് ഭേദമായിട്ട് പറയാമെന്ന് കരുതി. എന്നോട് ക്ഷമിക്കണം. അബി അവളുടെ കൈ പിടിച്ചു. എന്തിനെ? മോളില്ലായിരുന്നുവെങ്കിലോ? എത്ര ആട്ടിയിട്ട് നിന്നെ ദ്രോഹിച്ചിട്ടും നീ ഉമ്മാനെ നോക്കാൻ കാണിച്ച മനസ്സ് വേറൊരാൾക്ക് പോലും ഉണ്ടാവില്ല അബി. നിനക്ക് വേണമെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ പോകാമായിരുന്നു. അത്രത്തോളം നിന്നെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് നിന്നെ കിട്ടിയതിനെല്ലാം തിരിച്ചു പ്രതികാരം കാട്ടാമായിരുന്നു. പക്ഷേ മോള് ചെയ്തതാണ് ശരി. അവരെപ്പോലെ നമ്മളും ചെയ്താൽ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്നെ ഉമ്മ എത്രയോ തവണ എന്നെ ആട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ചീത്ത വിളിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഉമ്മ എവിടെയെങ്കിലും ഉണ്ട് എന്നറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനം പോലും ഉണ്ടായിട്ടില്ല മോളെ. എന്തു പറഞ്ഞാലും പെറ്റുമ്മ അല്ലേ? നീ ഉമ്മാനെ കൂടെ സംരക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇത്താക്ക് നിന്നോട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അവരെല്ലാം കൂടി ആമിനമ്മയുടെ മുറിയിലേക്ക് പോയി. ആദ്യം അബിയാണ് അവരുടെ അടുത്തേക്ക് കയറിയത്. അവൾ വന്നതുകൊണ്ടുള്ള ഒരു സന്തോഷം കൈയിൻ്റെ ചെറുവിരൽ മെല്ലെ അലക്കാൻ തുടങ്ങി. ഇപ്പോൾ അബിയെ കാണുക എന്നുള്ളത് അവരുടെ വലിയൊരു സന്തോഷമാണ്. ബാക്കിൽ നിൽക്കുന്ന സുലൈമാനിക്കയെ കണ്ടപ്പോൾ അവരുടെ കണ്ണൊന്ന് മിഴിഞ്ഞു. പിന്നീട് കണ്ണുനീർ ധാരധാരയായി പുറത്തേക്കൊഴുകി. ഇതൊന്നും ഇനി എണീക്കില്ല, ഭൂമിക്ക് ഭാരമായി വെറുതെ. ആമിനമ്മ സുലൈമാനിക്കയെ നോക്കിക്കൊണ്ട് സുഹറയുടെ വീട്ടിൽ നിന്നും അവളോട് പറഞ്ഞത് അവരുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി. ആ സ്ഥാനത്ത് ഇതാ ഞാൻ ഭൂമിക്ക് ഭാരമായി കിടക്കുന്നു. അവരെന്തൊക്കെയോ അവരോടെല്ലാം പറയാൻ ശ്രമിച്ചു. ഉമ്മ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഉപ്പയാണ്. ഇത് സുഹൃത്ത. ഉപ്പാനെ ഞാൻ ഇങ്ങോട്ട് കൊടുന്നതാണ്. ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ ഉപ്പാക്ക് നന്നായി നടക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഉമ്മാക്കും ഇനി കഴിയൂട്ടോ. അവരെ സ്നേഹത്തോടെ ഒന്ന് തലോടിക്ക് കൊണ്ട് പറഞ്ഞു. ഈ കിടക്കയിൽ നിന്നൊക്കെ എണീറ്റ് ഉഷാറാവണ്ടേ? ആമിനമ്മ അവളുടെ ചെറുവിരൽ കൊണ്ട് അവളെ ഒന്ന് തൊട്ടു. അവളുടെ സംസാരം കേട്ടിട്ട് സുഹറയ്ക്കും സുലൈമാനിക്കാക്കും പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. സുഹറ ഓടിച്ചെന്ന് ആമിനമ്മയെ ഉമ്മ വെച്ച്, നിങ്ങൾ എവിടെയായിരുന്നു പൊന്നുമ്മ? നിങ്ങൾ ആ വീട്ടിലില്ല എന്നറിഞ്ഞിട്ട് ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ? എൻ്റെ ഇക്ക നിങ്ങളെ തിരിഞ്ഞ് കുറേ അലഞ്ഞു. എവിടെയും നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. നിങ്ങളെല്ലാവരും കൂടി ഇറക്കിവിട്ട അബി നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ഉമ്മാക്ക് ഒരു കാര്യം അറിയോ? നമ്മുടെ ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടില്ലേ, അതിപ്പോൾ നിറയെ കാടും പടലവും കെട്ടി ഇടിഞ്ഞു പുളിയാറായ നിലയിലാണെന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. നമ്മുടെ ഫൈസിയുടെ ജീവിതം ആകെ കുഴഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഉമ്മ. അവൻ്റെ രൂപവും കോലവും കണ്ടാൽ പാവം തോന്നും എന്നാണ് പറയുന്നത്. ഒരു ദിവസം ഇക്ക അവനെ എവിടെ വെച്ചോ കണ്ടു എന്ന് പറഞ്ഞു. ആരിഫത്തെ എല്ലാം നഷ്ടപ്പെട്ട് ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ താമസം. ഇതിൽ നിന്നും നമ്മൾ എന്താ ഉമ്മ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഉമ്മാനെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. എത്ര നന്നായി ജീവിച്ചിരുന്ന നമ്മളാണ് എല്ലാം നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില നമുക്ക് അറിയുകയുള്ളൂ. ഇവളെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയ മുതൽ നിങ്ങളെല്ലാവരും സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഇത്താത്ത, ഉമ്മാനെ വേദനിപ്പിക്കേണ്ട. ഉമ്മാക്ക് പ്രഷറുണ്ട്, അത് കൂടിയതാണ്. ഇതിൽ നിന്ന് തന്നെ ഉമ്മാക്ക് റീക്കവർ ആവാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അബി നൂറയുടെ തോളിൽ ഒന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയാ മോളെ നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? ഉമ്മ, നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ബന്ധങ്ങൾ ഒരു കിളികളെ പോലെയാണ്. അതിനെ മുറുകെ പിടിച്ചാൽ അവ ചത്തുപോവും. അതിനെ അയച്ചു വിട്ടാലോ അത് പാറിപ്പോവും. എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സറിഞ്ഞ് സൂക്ഷിച്ചു ചെയ്താൽ അവ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ആമിനമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒരു പുഴ പോലെ ഒഴുകി വന്നു. ഉമ്മ വിഷമിക്കേണ്ട, ഞാനുണ്ട് ഉമ്മാൻ്റെ കൂടെ. അബി നിങ്ങളെ നോക്കിയിരുന്ന പോലെ ഞാനിനി നിങ്ങളെ നോക്കിക്കോളാം. ഇനി അവളെ ഈ കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവൾ ഇന്ന് നമ്മുടെ ആരുമല്ല. അവൾ ഇന്ന് മറ്റൊരുത്തിൻ്റെ ഇണയാണ്. നിങ്ങളുടെ മകൻ നഷ്ടപ്പെടുത്തിയ ഒരു മാണിക്യമായിരുന്നില്ലേ അവൾ? സാരമില്ല, അവളുടെ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ ആർക്കും വിധിയില്ല. അവളുടെ മനുഷ്യത്വം കൊണ്ട് നമ്മളെയും ഇങ്ങനെ നോക്കുന്നു. എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് ആ പാവത്തിനെ. ഒരു കഴുത അതിൻ്റെ യജമാനന് വേണ്ടി പേറുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി അവിടെ കിടന്ന് എത്ര പണിയെടുത്തിട്ടുണ്ട്.
ആ വീട് മുഴുവനും കൊണ്ടു നടന്നിരുന്നത് അവളല്ലേ. ഇപ്പോൾ ആ വീടിൻ്റെ കോലം കണ്ടാൽ മതി. മോളെ അബി, നീ ഇനി ഇങ്ങോട്ട് വരരുത്. ഇത്താത്ത നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. ഞാനും ഉപ്പയും നിന്നെ വന്ന് കണ്ടോളാം. സുഹറ അവളുടെ തല ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു. ഇത്താത്ത, അത് ഞാൻ ഉപ്പയെ ഒന്ന് ഇന്നാണ് കാണുന്നത്. അതൊന്നും സാരമില്ല മോളെ. അകന്നിരിക്കുമ്പോഴേ ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും വില ഉണ്ടാവുകയുള്ളൂ. നിനക്ക് നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സുലൈമാനെ, മോൾ അങ്ങനെയൊക്കെ പറയും. നീ നിനക്ക് ഭേദമായാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കണം. നിൻ്റെ അബിയോടൊപ്പം. നൂറയുടെ കല്യാണമെല്ലാം നമുക്ക് കൂടാം. നിനക്കും ആഗ്രഹമില്ലേ നമുക്ക് പഴയ പോലെ ഒരു പായൽ ഉറങ്ങിയ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടാ? വീരാനിക്ക സുലൈമാനെ ഒന്ന് ആശ്ലേഷിച്ചു കൊണ്ട് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ അബി, ഞങ്ങൾ വരണ്ട്. നിൻ്റെ സാമ്രാജ്യമെല്ലാം കാണാം. സുഹ്റ അവളെ തോളിൽ തട്ടിക്കൊണ്ട് ഒന്ന് യാത്രയാക്കി. ഒപ്പം സുലൈമാനിക്കയും. എൻ്റെ ഇത്താത്ത, ഒന്ന് ഇങ്ങോട്ട് വേഗം വായോ. ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ. അവർ വൈദ്യമഠത്തിൽ നിന്ന് വീട്ടിലെത്തിയതിന് ശേഷം നൂറ അവളുടെ പിന്നാലെ നടക്കുകയായിരുന്നു. ഇന്നെന്താ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്കൊന്നും വരുന്നില്ല? നാണമാണോ പെണ്ണിന്? നൂറ അബിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പുറത്ത് വേറൊരു നാണക്കാരൻ സോഫയിലിരുന്ന് നെളിപിരി കൊണ്ടിരിക്കുകയാണ്. അതിനെ ഇപ്പോൾ റൂമിലേക്ക് ആക്കിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. ഇനി എൻ്റെ ഇത്താത്താനെ കൂടി റൂമിലാക്കിയിട്ട് വേണം എനിക്കൊന്ന് പോയി കിടക്കാൻ. വായും മണവാട്ടി, ഇങ്ങോട്ട് പോരെ. ലൈലയെ കാത്ത് കൈസ് റൂമിൽ കയറി ഇരിപ്പുണ്ട്. നൂറ അബിയുടെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അബിയുടെ കൽബിനകത്തെ ബാൻഡ് മേളം തുടങ്ങി. എത്രത്തോളം അവർ സ്ട്രോങ് ആയിട്ടിരുന്നിട്ട് പോലും ഈ രാത്രിയെക്കുറിച്ച് അവളുടെ മനസ്സിൽ പേടിയുണർത്തുന്ന പല ഭാവങ്ങളായിരുന്നു. അങ്ങനെ ഒന്നിൽ കൂടെയല്ലേ അവൾ കടന്നു വന്നത്. അവൾക്ക് ആദ്യ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകെ പേടിയും വിറയലും പരിവേഷവുമാണ്. നിക്കാഹിന് അടുത്ത് ചാടി സമ്മതം മൂളുമ്പോൾ ഈ രാത്രിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളൊന്ന് നഖം കടിച്ചുകൊണ്ട് നൂറയുടെ മുഖത്തേക്ക് നോക്കി. അതെ മോളെ, നമുക്കിന്ന് രണ്ടുപേർക്കും ഒപ്പം കിടന്നാലോ? നിനക്ക് ഇന്നത്തെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവില്ലേ? വാ, നമുക്ക് നിൻ്റെ റൂമിലേക്ക് പോകാം. അബി നൂറയോട് പറഞ്ഞു. അയ്യോ, അത് വേണ്ട എൻ്റെ പൊന്നിത്താത്ത. പാലില്ല എന്നുള്ളൂ. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രി തന്നെയാണ്. അതിനി നിങ്ങൾ മുടക്കേണ്ട. എന്തായാലും ആ റൂമിലേക്ക് തന്നെ കയറേണ്ടതല്ലേ. ഇത്താത്ത, ഒരിക്കലും പേടിക്കരുത്, പതറുകയും ചെയ്യരുത്. എൻ്റെ ഇക്കാക്കിയെക്കുറിച്ച് ഇനി ഞാൻ പറയണ്ടല്ലോ. ഇത്താത്താനെ പൊന്നു പോലെ നോക്കിക്കോളും, പേടിക്കണ്ട കേട്ടോ. നൂറ അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്ത് സമാധാനപ്പെടുത്തി. കൈസിൻ്റെ റൂമിൻ്റെ വാതിലടുത്തായി കൊണ്ടുവന്നു. ഇതേ സമയം മേല് കഴുകി വന്ന കൈസ് അവൻ്റെ വെപ്രാളം കൊണ്ടും പേടി കൊണ്ടും ആകെ വിയർത്ത് കുളിച്ചിരുന്നു. അവനെ നൂറ റൂമിലേക്ക് ഉന്തി പറഞ്ഞയച്ചതാണ്. നൂറ വാതിൽ തുറന്നുകൊണ്ട് അബിയെ മെല്ലെ അതിനുള്ളിലേക്കൊന്ന് തള്ളിക്കൊണ്ട് അതിനുള്ളിലാക്കിക്കൊണ്ട് പുറത്തേക്ക് വാതിലടിച്ചു. ഹായ്, ഹലോ അബി, നീ ഇവിടെ ഇരുന്നോ? ഞാൻ ഇവിടെ നിന്ന് എണീക്കാം. അവൻ കട്ടിലിൽ നിന്നും ചാടി എണീറ്റു. അവളെ ആ റൂമിൽ കണ്ടപ്പോൾ അവനാകെ വെപ്രാളം തോന്നിയിരുന്നു. തന്നേക്കാൾ പേടിയും പരിവേഷവും നൂറുക്കൊക്കെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആ നിമിഷം അവൾക്ക് അവളുടെ പേടിയും വെപ്രാളവും മറന്നുപോയി. അവൻ്റെ വെപ്രാളം കണ്ട് അവൾക്ക് തന്നെ ചിരി പൊട്ടി. അവളുടെ ചിരി കണ്ട് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി മുട്ടിട്ടു. ആ പുഞ്ചിരിയിൽ അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. അവൻ ഒന്ന് അവളുടെ അടുത്തേക്ക് മന്ദം നടന്നു വന്നു. ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ? അവൻ മെല്ലെ അവളുടെ അരികിലായിക്കൊണ്ട് ഒരു സ്വകാര്യം പോലെ ചോദിച്ചു. അവൾ പുഞ്ചിരിയോടെ തലയൊന്ന് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ മെല്ലെ അവളുടെ കൈപ്പത്തിയെടുത്ത് ഒരു ചുംബനം അർപ്പിച്ചു. ഒത്തിരി നന്ദി എൻ്റെ ഇണയായതിന്. ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന എൻ്റെ പെണ്ണാണ് നീ. നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ കൈസിനെ ജീവനുള്ളിടത്തോളം കാലം. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയില്ല എൻ്റെ നൂറുക്ക. നമ്മൾ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. കുറേ കാലം ജീവിക്കാൻ പടച്ചോൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവളുടെ ആ വിളി അവനെ ഒന്ന് കോരിത്തെരിപ്പിച്ചു. അവൻ ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു. ഞാൻ ലൈല എന്ന് നിന്നെ വിളിച്ചോട്ടെ? അവൻ അവളുടെ മുടിയിഴകൾ മുഖത്തിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മെല്ലെയൊന്നും മൂളി. അവൾക്ക് ഇങ്ങോട്ട് കയറി വന്ന സമയത്തുള്ള വെപ്രാളവും പരിവേഷവും അപ്പോൾ അവളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയിരുന്നു. അവർ രണ്ടുപേരും ആ കിടക്കയിലേക്ക് വന്നിരുന്നു. ഞാനൊന്ന് എൻ്റെ ലൈലയുടെ മടിയിൽ കിടന്നോട്ടെ? നൂറ നിൻ്റെ മടിയിൽ കിടക്കുന്നത് കാണുമ്പോൾ എത്ര തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നീയൊരു ഉമ്മാൻ്റെ സ്നേഹത്തോടെ അവളുടെ തല തഴുകുമ്പോൾ ഞാൻ കൊതിച്ചു നിന്നിരുന്നു. എന്നെങ്കിലും നീ എൻ്റെ തലയൊന്ന് തഴുകി തന്നിരുന്നെങ്കിലെന്ന്. ഇത് കേട്ടപാടെ അവനെ പിടിച്ച് മടിയിലേക്ക് കിടത്തി അവൻ്റെ തല മെല്ലെ ഒന്ന് തഴുകാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ തിരിഞ്ഞു കിടന്ന് അവളുടെ വയറിനൊരു മുത്തം കൊടുത്തു. അതിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. മൗനം നിറഞ്ഞ നിമിഷങ്ങൾ. ഏതൊരു ആണിനെ പോലെയും
അവൻ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരു ചുംബനത്തിൽ നിന്ന് തുടങ്ങി അവർ പരസ്പരം പ്രണയത്തിൻ്റെ പാലായി തീർക്കാൻ തുടങ്ങി. അവൾ അറിഞ്ഞതും അനുഭവിച്ചതും ഒന്നുമല്ല പ്രണയവും കൂടിച്ചേരലും. കൈസ് അവൾക്ക് ഓരോ പാഠങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുത്തു. അവൻ അവളിൽ നോവ് തീർക്കുമ്പോൾ അതിന് മരുന്നായി ഓരോ സ്നേഹചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ സ്നേഹചുംബനങ്ങളിൽ അവൾ ആ വേദന മറന്നിരുന്നു. തന്നിലേക്ക് ചേർത്ത് കിടക്കുന്ന പെണ്ണിനെ അവൻ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ചു. ഇനി ഒരിക്കലും അവളെ വിട്ടുകൊടുക്കില്ല എന്ന് കരുതിക്കൊണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായിട്ട് നാളെ കാണാം. എൻ്റെ പുതിയ ചാനലിലാണ് ഈ കഥയൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.